ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പിയാണ്. ഇത് അധികം സ്പൈസി ഒന്നുമല്ല, അധികം മസാലയൊന്നും ചേർക്കാതെ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വെണ്ടക്ക പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം വെണ്ടയ്ക്കയാണ്. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറമെല്ലാം തുടച്ചെടുത്തതിന് ശേഷം നെട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഇത് 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. വെണ്ടയ്ക്കയെല്ലാം ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വലിയൊരു സൈസിലുള്ള സവാളയാണ്. സവാള കനം കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. നമ്മൾ ഈ കറിയിൽ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ നമുക്ക് കീറി വെക്കാം. പച്ചമുളകെല്ലാം നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി വേണ്ട 4 അല്ലി വെളുത്തുള്ളിയാണ്. ഇതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വഴറ്റുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് ഇപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. രണ്ട് 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം പാനിൽ മൂടി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. വീണ്ടും നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെണ്ടയ്ക്ക മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നൈസായിട്ട് പൊടിച്ചതല്ല, ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തതാണ്. ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡർ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി പാനൊന്ന് മൂടി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇതൊക്കെ പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്ക പാകത്തിന് കുക്കായി ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ രുചികരവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയുമായ നമ്മുടെ വെണ്ടക്ക പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. കൂടെ ഞാനിവിടെ ഓണിയൻ ടൊമാറ്റോ സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്